ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം, നമ്മുടെയൊക്കെ മൂഡ്സ് പലപ്പോഴും ചേഞ്ച് ആവുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അല്ലേ? അതൊന്ന് നോക്കാം. ശരിക്കും ഈ ലോകത്തിൽ ഒരാളും മോശക്കാരനായിട്ടോ ഒന്നും ജനിച്ചു വീഴുന്നില്ല. ഒരാൾ കംപ്ലീറ്റ് ആയിട്ട് മോശക്കാരനാണ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് നല്ല ആളാണ്, ഇങ്ങനെ നമുക്ക് ആരെയും പറയാൻ സാധിക്കില്ല. എല്ലാവരും നല്ല മനുഷ്യർ തന്നെയാണ് ലോകത്തുള്ളവർ. എല്ലാവരും നല്ല മനുഷ്യരാണ്, എല്ലാവരിലും നന്മയുണ്ട്. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരുടെ വാസനയ്ക്ക് അനുസരിച്ചിട്ട് അവരുടെ മൂഡ്സ് ചേഞ്ച് ആവുന്നു. അപ്പോഴാണ് ചിലപ്പോൾ ഒക്കെ ചിലർ മോശക്കാരായി പോകുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് എപ്പോഴെങ്കിലും ആരെങ്കിലും മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് എല്ലാവരോടും അവർ എപ്പോഴും മോശക്കാരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ ലൈഫിൽ ജീവിതത്തിൽ എത്രയോ സന്ദർഭങ്ങളിൽ ഒരു നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടാവും, പെരുമാറുന്നുണ്ടാവും. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ആരോടെങ്കിലും നമ്മളോട് ചിലപ്പോൾ മോശമായി പെരുമാറുന്നു, അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പലരോടും ഉള്ള ലൈഫിൽ പലരോടും ഉള്ള ഒരു വെറുപ്പോ വിദ്വേഷം ഇതൊക്കെ തന്നെ നമുക്ക് മറികടക്കാനൊക്കെ സാധിക്കും. അത് നമ്മുടെ മനസ്സിൽ നമുക്ക് വളർത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് വിദ്വേഷമൊന്നും വളരാതെ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരാൾ നമുക്ക് മോശക്കാരനായിട്ടൊന്നും കണ്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പക്ഷേ ഈ മോശക്കാരനെ പോലെ നമുക്ക് അവർക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മൂഡ്സിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടെ മൂഡ്സിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ വാസനകളെ അവർ മനസ്സിലാക്കുന്നില്ല, തിരിച്ചറിയുന്നില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കാം അവർ പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരായിട്ട് തീരുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഇഫ് യു ക്യാൻ മാനേജ് യുവർ മൂഡ്, യു ക്യാൻ മാനേജ് യുവർ ലൈഫ്. താങ്ക് യു.